വാർത്തയിലേക്ക് പോയാൽ ആലുവ കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ ഓണക്കോടി വിവാദം. എടയാറിലെ കെമിക്കൽ കമ്പനിയിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് ഓണക്കോടി വാങ്ങിയതിൽ ദുരൂഹത എന്നാണ് ആരോപണം. ഭരണകക്ഷിയായ കോൺഗ്രസിലെ 2 അംഗങ്ങൾ ഉൾപ്പെടെ 10 അംഗങ്ങൾ ഓണക്കോടി ബഹിഷ്കരിച്ചു. ഓണക്കോടി അംഗങ്ങൾക്ക് നൽകിയപ്പോൾ ആരാണ് ഇത് തന്നതെന്ന ചോദ്യത്തിന് അപ്പം തിന്നാൽ പോരെ, കുഴി എണ്ണണമോ എന്നതായിരുന്നു പ്രസിഡന്റിന്റെ മറുപടി എന്നും ആരോപണം. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്നും. സഹിൻ, ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കുഴി എണ്ണേണ്ടി വരും, അപ്പം മാത്രം തിന്നാൽ പോരാ എന്നുള്ളതാണല്ലോ. അത് ആ ബോധ്യത്തിലായിരിക്കും അവിടെയുള്ളവർ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് മറുപടി ആയിട്ടുണ്ടോ ഈ ഘട്ടത്തിലെങ്കിലും? ഈ ഘട്ടത്തിലും അതിന് മറുപടി ആയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കെമിക്കൽ കമ്പനിയിൽ നമ്മൾക്കറിയാം, എടയാർ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ശുദ്ധജല നശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എടയാർ പുഴ മലിനീകരണം കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് കെമിക്കൽ കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് കരുവാല്ലൂർ പഞ്ചായത്താണ്. ഒപ്പം തന്നെ മറ്റ് സമീപ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 23 പേരുള്ള പഞ്ചായത്തിൽ അതിൽ 2 പേർ, ഭരണസമിതിയിലെ തന്നെ 2 പേർ ആ ഓണക്കോടി വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കെമിക്കൽ കമ്പനിയിൽ നിന്നും ഈ പണം വാങ്ങി ഓണക്കോടി കൊടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഓണക്കോടി കൊടുത്തപ്പോൾ അതിനെ എതിർക്കേണ്ടിയിരുന്ന BJP അംഗമാകട്ടെ അത് വാങ്ങി ആദ്യം പോക്കറ്റിലിട്ടു. ഒപ്പം തന്നെ STPIക്കും ഒരു അംഗമുണ്ട്, അയാളും അത് വാങ്ങി പോക്കറ്റിലിട്ടു എന്നുള്ളതാണ്. അതേസമയത്ത് ഭരണകക്ഷിയിലെ 2 പേർ അത് വാങ്ങിയില്ല. ഒപ്പം തന്നെ ഇടതുമുന്നണിയിലെ CPMന്റെയും CPIയുടെയും അംഗങ്ങളും അത് വാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും കെമിക്കൽ കമ്പനിയിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയാണ് ഈ ഓണക്കോടി വാങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത് പ്രതിപക്ഷ അംഗങ്ങളും ഒപ്പം തന്നെ ഭരണകക്ഷിയിലെ അംഗങ്ങളും ചോദിച്ചു, എവിടെ നിന്നാണ് ഈ പണം എന്നുള്ള ചോദ്യത്തിന് മറുപടി വന്നതാകട്ടെ അപ്പം തിന്നാൽ മതി, കുഴി എണ്ണേണ്ട എന്നുള്ളതായിരുന്നു. ഒരു സ്വതന്ത്ര അംഗം ശ്രീകുമാർ കൂടി അത് ഈ ഓണക്കോടി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ശരി, വ്യക്തമാണ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി.